സാറ് മൂവീസ് കന്നഡ ചെയ്ത മൂവി ഏതായിരുന്നു? കന്നഡയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കിയപ്പോ കണ്ടതാണ്. അല്ല സാറിനല്ലേ മഹേഷ് പി ശ്രീനിവാസൻ. അതില് കിടക്കുന്ന ഗൂഗിളിൽ തപ്പിയപ്പോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതില്ലേ ഞാനത് ചോദിച്ചത്, ഞാൻ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അല്ലേ ശരി, ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റിയാണത്. അല്ല, മൂവീസ് കാണിക്കുന്നത് മലയാളം ചെയ്ത മൂവീസ് മാത്രമേ ഉള്ളൂ, പക്ഷെ കന്നഡ ഡയറക്ടറിനെ കൊടുത്തേക്കുന്നേ. അപ്പൊ ഞാനത് തപ്പിട്ട് കണ്ടില്ല അങ്ങനെ സിനിമ ചോദിച്ചേ. ഗൂഗിളൊന്നും തെറ്റ് പറ്റാലോ അല്ലേ. ഇവിടെ വെച്ചാൽ കിട്ടുമോ? കിട്ടുമല്ലോ. അപ്പൊ ഞാൻ എന്റെ നെഫീസിനോട് പറഞ്ഞേ, പുള്ളി ഇപ്പൊ അടുത്ത 5-6 വർഷത്തിനുള്ളിൽ പടമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പുള്ളി മലയാളം വിട്ട് കന്നഡയ്ക്ക് പോകാൻ. അങ്ങനെ ശരിക്കും അങ്ങനെ വല്ലതും ഉണ്ടോ? ഹായ് എവരിവൺ, കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ശരിക്കും പ്രൊഡ്യൂസർ മാത്രല്ല സാറ് അല്ലെ, അഭിനയിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ കുടുംബശ്രീയും കുഞ്ഞാടിനെ പറ്റിട്ട് ആദ്യം ഒന്ന് പറയാവാ. എന്താണ് നമ്മുടെ സിനിമയുടെ കഥ, എങ്ങനെ, ഏത് ജോണറാന്നൊക്കെ ഉള്ളത്? രണ്ടുപേരിൽ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഫാമിലിയാണ്, ഫാമിലി സിനിമയാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു കൊച്ചു സിനിമ. ഫാമിലി ജോണറിലുള്ളതാണ്, പിന്നെ ഹ്യൂമറാണ്. അത് തന്നെയാണ് സിനിമ. ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്തത് പ്രൊഡ്യൂസറാണ്. ആ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. ആ കഥ കേട്ടിട്ട് പുള്ളി തന്നെയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. അതെന്താ അങ്ങനെ ഒരു പേര്, കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ത് പേര്? അത് ഇതിനകത്ത് ഒരു മേജർ എലമെന്റ് ഈ കഥയ്ക്കകത്ത് എന്ന് പറയുന്നത്, ഒരു കുടുംബിനിയായ ഒരു സ്ത്രീ, അവള് സാമൂഹ്യം, സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള മറ്റുള്ള ഈ ഇന്ററാക്ഷൻസ് കൊണ്ട് അവിടെ കുടുംബത്തിലുണ്ടാവുന്ന അസൗകര്യങ്ങളും മറ്റുള്ളവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളും അവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു സ്റ്റോറി ലൈനാണ്. അപ്പം കുടുംബസ്ത്രീ, അത് അതുകൊണ്ടാണ് കുടുംബസ്ത്രീയെ സെലക്ട് ചെയ്തത്. പിന്നെ കുഞ്ഞാട് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് കൂടുതൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടായി മാറുമ്പോഴും അസൗകര്യങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് കുടുംബസ്ത്രീയും കുഞ്ഞാട് എന്നുള്ളൊരു പേര്. വെറൈറ്റി നെയിമല്ലേ, പക്ഷെ രണ്ടും ഒരു രണ്ട് തലത്തിൽ കിടക്കുന്ന രണ്ട് പേരുകൾ ഒത്തുതരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ വേറൊരു സ്റ്റോറി ലൈനും കൂടെ തോന്നിയായിരുന്നു, ഒരു കള്ളൻ പോലീസ് കളി. അങ്ങനെ കൂടി ഉണ്ടോ? നമ്മുടെ ഷാജോൻ ചേട്ടന്റെ പോലീസ് കളി, അങ്ങനെ ഒരു കള്ളൻ പോലീസ് കളിയും കൂടെ ഉണ്ടല്ലേ? വേറൊരു പോർഷൻ, രണ്ട് സ്റ്റോറിയും കൂടെ ഒരു കൂട്ടി ചേർത്തിട്ടൊരു ഇതല്ലേ. അപ്പൊ ഇതിലേക്കുള്ള കാസ്റ്റുകളൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഇപ്പൊ നമുക്ക് തന്നെ ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ മലയാള സിനിമ സലീം ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, പിന്നെ ഷാജോൻ ചേട്ടനുണ്ട്. അപ്പൊ ഇങ്ങനെ കാസ്റ്റുകളൊക്കെ എങ്ങനെ ഡിസൈഡ് ചെയ്തത്? നിങ്ങൾ ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ കഥ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പറ്റുന്ന ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയതാണ്. സിനിമ ഇപ്പൊ ധ്യാനൊക്കെ പോലെ ആകുമ്പോ കോമഡി എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചിട്ട് കൊണ്ട് തന്നെയാണ് ധ്യാനൊക്കെ സെലക്ട് ചെയ്തത്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ധ്യാൻ ആള് വേണം. അപ്പൊ അത് ആ ക്യാരക്ടറിന് ധ്യാൻ ആപ്റ്റാണ്. അങ്ങനെ ധ്യാനം സമീപിച്ചു, കഥ ഓക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു കഥ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നത്? ഈ ഒരു കുടുംബശ്രീയും കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയുടെ കഥ. അതായത് ഈ കഥ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൺട്രോൾ എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ചെറിയ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് ഞാനെനിക്ക് ഇങ്ങനെ പ്രോജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാമത് ഇപ്പൊ പറഞ്ഞില്ല, ഗ്യാപ്പ് വന്നു. ഞാനിങ്ങനെ ബെനീസിനോട് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ ചെറിയൊരു കഥയുണ്ട്. ഇങ്ങനെ പ്രവാസിയായ ഒരു ക്യാരക്ടർ, പുള്ളി ഭാര്യ പ്രസന്റ്ലി ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നതോടുകൂടി എല്ലാ വീട്ടിലും പ്രശ്നങ്ങളാണ്. ശരിയാ, സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നപ്പോഴത്തേക്ക് ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ പുള്ളിയെടുത്ത് ഫോണിൽ കൂടെ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞു, പുള്ളി കൊള്ളാം കേൾക്കാം. അങ്ങനെ
പിന്നെ ആദ്യം ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കയിലായിരുന്നു പിന്നെ ബെന്നിസ്. ആ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ കഥ കേട്ട് പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെയാണ് ആ കഥ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ശ്രീമാർ ഇറക്കൽ എന്നിട്ട് റൈറ്റ് ആള് പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ത്രെഡ് അതില് ആ ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ ഒരു പങ്ക് ബെന്നീസിനും ഉണ്ട്. ശരിയാ. കാരണം പുള്ളി ഞാൻ പറയാം, ഞാനൊരു 3-4 സിനിമ ചെയ്തെങ്കിലും ഈ സ്ക്രിപ്റ്റിലും മ്യൂസിക്കിലും ഒക്കെ വളരെ ഇത്തിരി സെൻസുള്ള ഒരു കക്ഷിയാണ്. ആണല്ലേ, സകലകല വല്ലഭതാണ്. അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മളെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ തന്നെ വിട്ടുപോയ ചില കാര്യങ്ങൾ സോങ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ബെന്നീസ് ചൂണ്ടി കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ശരിയാണ് അങ്ങനെ ചില കുഴപ്പമില്ലാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് അറിവുള്ളൊരു വ്യക്തിയാണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അങ്ങനെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അധികം പേർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ശരിയാ, എല്ലാം കൂടിയും എന്താ പറയാ, എല്ലാത്തിലും ഇങ്ങനെ ഇടപെട്ടിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറയാറുണ്ടല്ലേ. അറിവുണ്ട്. അപ്പൊ എങ്ങനെ സാറിന് ആദ്യം മുതൽ സിനിമയിലോട്ട് വരണം, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണോ? എന്റെ സിനിമ എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണല്ലേ. ഞാന് വളരെ ഈ നഗരത്തിലൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അവസരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു സിനിമ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഇത് പറയണുണ്ടല്ലോ, ഞാന് ഒരു ദിവസം ഒരു കിടക്കാൻ ഒരു 5-6 സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. രാത്രി കിടക്കുമ്പോൾ ദൈവമേ നല്ല സ്വപ്നം കാണിക്കുന്നു. സ്വപ്നം കാണുന്നത് വളരെ ദൈവമുള്ള സംഭവം. മനസ്സിലായോ? ഓരോ സ്വപ്നത്തിലും ഞാനായിരിക്കും ഹീറോ. അപ്പൊ ഈ സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ശക്കലും ഒരു 2 മിനിറ്റ് ഒക്കെ ഓർത്തിരിക്കും, പിന്നെ മറന്നുപോകും. ഞാൻ പലപ്പോഴും ഓർക്കും ഈ സ്വപ്നങ്ങളെല്ലാം ഓർത്തിരുന്നെങ്കിൽ, എഴുതി വെച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല സിനിമ ഉണ്ടാക്കാമായിരുന്നു അല്ലേ. ശരിയാ, കറക്റ്റാ. പിന്നെ ഉറങ്ങിയിട്ട് സ്വപ്നത്തിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇപ്പം പഴയതുപോലെ സ്വപ്നം കാണുന്നില്ല, എന്നാലും 2-3 കാണും. അപ്പം ഇങ്ങനെ ഈ സ്വപ്നത്തിൽ അഭിനയിച്ച് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ബേസിക്കലി പറയുന്നത് കേട്ടോ. പക്ഷെ അതൊക്കെ ഉള്ളൂ എനിക്ക്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അത് അടുത്ത കാലത്ത് ഞാൻ ഉപേക്ഷിച്ചതാണ്. പക്ഷെ മഹേഷിനെ കണ്ടു. മഹേഷിന്റെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല കഥയാണ്. ഇതൊരു സാധാരണക്കാരന്റെ കഥയാണ്. സാധാരണക്കാർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന സംഭവമാണ്. ഇത് എല്ലാവരുടെയും ജീവിതത്തില് എവരിഡേ ആയിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതൊരു ബോറിംഗ് സംഭവമല്ല. അപ്പൊ ഇത് ഇത് ഫിക്ഷൻ അല്ല, ഇത് റിയാലിറ്റിയാണ്. ഒരുപാട് എല്ലാവർക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആക്കാം. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്. 2 മണിക്കൂർ ചുമ്മാ സമയം പോകണം. ആൾക്കാർക്കെല്ലാം പല പല ഇഷ്യൂസ് ഉള്ളതാണല്ലേ ജീവിതത്തിൽ. അപ്പൊ 2 മണിക്കൂർ ടെൻഷൻ കളയാൻ വേണ്ടിയാണ് സിനിമ കാണുന്നത്. അപ്പം അവർ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സിനിമ കണ്ട് അവർക്ക് മനസ്സിലാവും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഫർദർ ഡിസ്കസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് തോന്നി അതൊരു ജെന്യുവൻ പ്രോജക്റ്റ് ആണ്. ഇതിനു മുമ്പ് പല പ്രോജക്റ്റുകൾ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനകത്തൊന്നും എനിക്ക് നല്ലൊരു പ്ലസന്റ് ഔട്ട്കം അല്ലായിരുന്നു. അപ്പൊ ഇവിടെ ഇനിഷ്യൽ ഡിസ്കഷനിൽ നിന്നും അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പിന്നെ ഡിസ്കഷനും കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് എ ജെന്യുവൻ പ്രോജക്റ്റ്. പിന്നെ മഹേഷിന്റെ ക്യാരക്ടർ തന്നെ ഐ ലൈക്ക് ഇറ്റ്, ഈസ് എ റിയൽ ജെന്റിൽമാൻ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി. അപ്പൊ എന്റെ ഉള്ള ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങളെല്ലാവരും ഈ പടം കാണണം. അല്ലാതെ ഇതൊരു ഇതിനകത്ത് ആക്ഷൻസ് ഇല്ല, ഇതിനകത്ത് ത്രില്ലർ ഇല്ല എന്നൊക്കെ രീതിയിലുള്ള ഇത് വന്നിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കളയരുത്. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. Almost a little over 2 hours of continuous entertainment. So please come and watch it. ഇപ്പൊ ഈ ഒരു സിനിമയിൽ കഥത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രവാസിയാണല്ലോ. അപ്പൊ ബെന്നി സാറും ഒരു പ്രവാസി ജീവിതം അല്ലെങ്കിൽ പുറത്താണല്ലോ. അപ്പൊ സാറിന്റെ ആ ഒരു ക്യാരക്ടറായിട്ട് അവിടെ നിന്നാണോ ഒരു ഡെവലപ്പ് ചെയ്ത് മെയിൻ ക്യാരക്ടർ? അല്ലല്ല, അത് ഈ ക്യാരക്ടർ നേരത്തെ കഥ ഉണ്ടായ ക്യാരക്ടർ. പുള്ളിക്ക് കാണാൻ സുന്ദരിയായ ഒരു ഭാര്യ, മക്കളില്ല. അപ്പൊ കുറച്ച് ഫ്രഷിയായ ഒരു സ്ത്രീയാണ്. കാരണം ആർക്ക് കണ്ടാലും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഭാര്യ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക്
പിന്നെ പ്രവാസിയായിട്ട് ബെന്നീസ് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ശരി. ആലൊരു ലുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. അറിയില്ല, ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിട്ട് അറിയില്ല ഒരു പ്രവാസി ആപ്റ്റാണ്. അതല്ല നമ്മള് ആ ക്യാരക്ടറിലേക്ക് വേണ്ടി കൊണ്ട് ഇടിച്ചു കയറ്റിയതല്ല. അല്ലേ? ഞാനെന്ന പ്രവാസി ഈ പ്രവാസിയും രണ്ടാവട്ടോ. ഇത് ഗൾഫുകാരൻ പ്രവാസിയാണ്. അതെ അതെ, സിനിമയുടെ പ്രവാസി ഗൾഫാരും പ്രവാസിയാണ്. ഒരു അമേരിക്കക്കാരനായ പ്രവാസിക്ക് ഈ സ്റ്റോറി ആയിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. ഗൾഫുകാരന്റെ നമ്മളെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ച് പ്രവാസിയാണ്. ശരിയാ, പ്രവാസി എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഗൾഫ് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. കറക്റ്റ് ആ ലുക്ക് തന്നെയാണ്. ഭാര്യയായിട്ട് അപ്പോഴും നമ്മൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ മനസ്സിൽ വന്ന അന്നരാജ് കറക്റ്റ് ആയിരുന്നു. അത് ഈ സിനിമയ്ക്കകത്തുള്ള ഏതൊരു ക്യാരക്ടറും നിങ്ങൾ എടുത്താലും അത് അതിന് കറക്റ്റ് ആൾക്കാർ മാത്രം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരാളെ നമ്മൾ അതിനകത്ത് ഈ കൊള്ളാത്ത സ്ഥലത്ത് കൊള്ളിച്ചു എന്ന് പറയുന്ന കണക്ക് ഇല്ല. എല്ലാവരും അതായത് ക്യാരക്ടറിന് ആപ്റ്റായ ആൾക്കാരാണ്. ഇപ്പൊ ഇതിലിപ്പോ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗ്രൂപ്പിൽ ചെല്ലുന്നു, അവിടുന്ന് ആ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതിനിപ്പോ ഒരു സ്ത്രീ എന്ന നിലയിൽ പലപ്പോഴും അങ്ങനെ ഒരു രീതിയിൽ ഇൻവോൾവ് ആകുന്നത് ഒറ്റപ്പെടലാണ്, അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെടലായിരിക്കാം എന്നുള്ള രീതിയിൽ സംഭവം വെച്ചാല് സാധാരണ ഇപ്പൊ നമ്മളെല്ലാ ഞങ്ങളൊക്കെ ചുറ്റുകൊടുത്ത പൂർവ്വ സംഭവം വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ 10-40 അല്ലെങ്കിൽ 50 വയസ്സായവർക്ക് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ പോകുമ്പോഴും അതുവരെ അവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴും ഫോണിൽ അവർ ഈ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുക, അതൊക്കെ ഈ ശരിക്കുള്ള ഒരു ഫാമിലിയില് പ്രോബ്ലംസ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഇവര് ശരിക്കും അതിൽ ഭയങ്കര അഡിക്റ്റ് ആവും. കാരണം ഈ ചാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും നോക്കിയാലും ഫോണിലാവുക. അതുവരെ നേരെ കുടുംബം പറ്റിക്കൊണ്ടിരുന്ന ആളാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഒരു കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫോൺ അഡിക്ഷനും ഒരു മെയിൻ റീസൺ ആണല്ലേ? ശരിയല്ല, ഇപ്പത്തെ കാലത്ത് ശരിക്കും എല്ലാരും പറയുമ്പോ ഫോൺ അഡിക്ഷൻ കുഞ്ഞു പിള്ളേർക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് മാത്രല്ല ഈ ഏജ്ഡ് ആയ ആൾക്കാർക്കും അത് വരും എന്നുള്ളത് നമ്മുടെ സിനിമയിലൂടെ കാണിക്കണ്ടല്ലേ? നമ്മള് വാർത്തകൾ കാണാറുണ്ട്. 40 വയസ്സായ സ്ത്രീ പൂർവ്വ സംഘത്തിനോടുള്ള ഒരാളെ. പക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോ ആ വീട്ടിലുണ്ടാകുന്ന ആ ഹസ്ബൻഡ് ഉണ്ടാകുന്ന ഒരു മാനസിക ടെൻഷനുണ്ട്. അതൊക്കെയാണ് ശരിക്കും അത് ഉള്ളതാണ്, നമ്മുടെ ചുറ്റോടും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് കറക്റ്റ് അതുപോലെ തന്നെ നമ്മളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സാധാരണക്കാരൻ അവൻ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ വിളിച്ചാലും ആരും കേൾക്കത്തില്ല. അലറി വിളിച്ചെങ്കിൽ എല്ലാരും ഈ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, ഫുഡ് കഴിക്കാൻ വായോ. പിന്നെ അവരുടെ ചെവിന്റെ അടുത്ത് മാറ്റിയിട്ട് നമ്മൾ അറിയണം, ഏയ് എന്ന് വിളിച്ചെങ്കിലേ ഉള്ളൂ കേൾക്കുള്ളൂ. ശരിയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമല്ലേ ജീവിതത്തിൽ. ഇത് പറയാനായിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഈ സിനിമയിൽ കൂടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ മഹേഷ് സാർ ആണെങ്കിലും കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണല്ലോ മൂവിയിലോട്ട് വരുന്നത്. അപ്പൊ 2009, 2013 ആ ഒരു ടൈമിലാണ് സാർ മൂവീസ് ചെയ്തത്. അപ്പൊ ആ ടൈമില് മൂവി മേക്കിങ്ങും ഇപ്പത്തെ മൂവി മേക്കിങ്ങിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കഥ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ മേക്കിംഗ് രീതി കുറെ വ്യത്യാസമാണ്. കാരണം നമ്മള് എപ്പോഴും ഒരു കഥ സെലക്ട് ചെയ്യുമ്പോഴായാലും അത് മേക്കിംഗ് ആയാലും കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് പണ്ടത്തെ സിനിമ തന്നെ കഥയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ടുള്ള സിനിമ. പിന്നെ അത് കുറേശ്ശെ മാറി, പിന്നെ സാമൂഹ്യമായിട്ടുള്ള സിനിമകളായി, പിന്നെ മാറി ഇപ്പോഴും കുറച്ച് നോക്കിയാൽ നമുക്ക് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ആടി വെട്ട് കൊത്ത് ഇത് സ്റ്റേബിൾ അല്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജ് മാറി മാറി പോയി. പക്ഷെ നല്ല ഫാമിലി സിനിമ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരേപോലെ തന്നെ നിലനിൽക്കണ്ടല്ലേ? അതുപോലെ ഇതൊരു ഫാമിലി സിനിമയാണ്. പിന്നെ ഇപ്പത്തെ ഒരു സിനിമയ്ക്ക് ഏറ്റവും ഒരു വെല്ലുവിളി എന്ന് പറയുന്നതാണ് റിവ്യൂകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഇറങ്ങി വരുമ്പോ തന്നെ നമ്മൾ എങ്ങാനും നെഗറ്റീവ് പറഞ്ഞാൽ ആ മൂവി കൊള്ളത്തില്ല എന്നുള്ള അടിയറ വെക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ ഒരു രീതിയിലായി തുടങ്ങി. അപ്പോ അത് ശരിക്കും ഒരു നല്ലൊരു മൂവിക്ക് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് അതൊരു വെല്ലുവിളിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാഡ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തത്, നിങ്ങൾ ഈ പടം ആത്മന്ന് കാണണം, കണ്ടാലും മനസ്സിലാവും. ഏതെങ്കിലും റിവ്യൂ കേട്ടിട്ടോ കണ്ടിട്ടോ നിങ്ങൾ കാണാതിരിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ കൺഫ്യൂസ് റിക്വസ്റ്റ്, പ്ലീസ് കം ആൻഡ് സീ ഇറ്റ്. ശരിക്കും അത് നിർത്തണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടം അത് പലരും ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ്. അപ്പൊ ഞാൻ കണ്ട ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല,
എന്ന് കരുതി അത് മറ്റു കാണുന്നവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റ്. കറക്റ്റ്. അത് തെറ്റാണ്. അത് നമ്മൾ പരസ്യമായിട്ട് ആ സിനിമ കൊള്ളില്ല കാണരുത് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. പിന്നെ ഇതൊക്കെ പലരും അവരുടെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമായിട്ടാണ് കൊണ്ടുനടക്കുന്നത് ഈ റിവ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറ റിവ്യൂസ് കേട്ടിട്ടാണ് ശരിക്കും സിനിമയ്ക്ക് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമയെ കുറിച്ച്, സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത കേട്ടോ, സിനിമയെ കുറിച്ച് മോശമായി പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മോശമായി വാക്കുന്നത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. മനസ്സിലായില്ല? അപ്പൊ സിനിമക്കാരെ കുറിച്ച് മോശമായിട്ട്, സിനിമയെ കുറിച്ച് മോശമായിട്ട് ആയിരുന്നു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് റിവ്യൂവേഴ്സിന് ഇഷ്ടംപോലെ ആൾക്കാർ ഫോളോവേഴ്സ്. കറക്റ്റ്. പക്ഷെ ഇങ്ങനെ മോശമായിട്ട് വരുമ്പോ സ്പ്രെഡ് ആവുന്ന പറഞ്ഞില്ലേ, അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ശരിക്കും അങ്ങനെയാണ്. അവര് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ വന്നിട്ട് പറയുന്ന നിങ്ങൾ ഈ സിനിമ കാണാൻ അതൊരിക്കലും നല്ലൊരു ശീലമല്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതോ കാരണം ഇവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹിറ്റായ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഫ്ലോപ്പ് ആയി പോയിട്ട് ഇഷ്ടപ്പെട്ട് പോയ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ രണ്ടുതരം എല്ലാ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ഒരിക്കലും ഒരു വന്ന സിനിമ തിയേറ്ററിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് അതുകൊണ്ട് ഒരു 120 കുടുംബം കഴിയുന്ന ഒരു സിനിമയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ സഹിക്കണം എന്നുള്ളതല്ല അതിനർത്ഥം. അത് അത്രയും പേരുടെ കഷ്ടപ്പാട് കൊണ്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കരുത്. കയറി കണ്ടിട്ട് കൊള്ളൂല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയാം. അല്ലാതെ നിങ്ങളിത് കാണരുത് എന്ന് പറയുന്നത്. കാരണം ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ആകുമ്പോൾ ഈ ഇൻഡസ്ട്രി ഇല്ലാതെ, അത് സത്യമാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഈ സിനിമ മേഖല ഇല്ല. കയ്യിൽ കാശ് കൊണ്ടുവന്ന് പടം പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എത്ര പേരുണ്ട് നമ്മളൊക്കെ. അപ്പൊ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കി അതിനോട് താല്പര്യമുള്ളവർ എല്ലാരും വരില്ല സിനിമയിലോട്ട്. സിനിമയോട് താല്പര്യമുള്ളവരായിരിക്കുമല്ലോ അതിനോട് പൈസ മുടക്കാനായിട്ട് വരും. അപ്പൊ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് ഈ ഒരു സിനിമ, ഒരു പുതിയ സിനിമ വേറെ പ്രൊഡ്യൂസർ. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പോഴേ വേറെ പടം റിലീസായി മോശം റിവ്യൂ അന്ന് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളിക്കാരെ ഇട്ടിട്ട് പോയി. കാരണം ഇനി ഇപ്പൊ എന്റെ സിനിമ വന്ന് ഇതിനൊക്കെ വന്നത് അപ്പൊ ആരെങ്കിലും പറഞ്ഞു എന്തിനാ നീ വെറുതെ പൈസ നിൽക്കണേ എന്ന് പറയും. അത് പോയി. അത് ആ ഒരു പ്രൊഡ്യൂസർ പിന്മാറിയപ്പോ അതിന്റെ പിറകിൽ ജീവിക്കേണ്ടിയിരുന്ന 120 കുടുംബങ്ങളാണ്. അവർക്ക് കിട്ടേണ്ട അന്നത്തിന്റെ ഭാഗമാണ് ഇല്ലാതായി പോകുന്നത്. ഈ പറയുന്നവർക്ക് അത് അറിയേണ്ടതല്ല. അവർ നോക്കുന്നത് ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അത് എത്ര ആൾക്കാർക്ക് വീഴ്ചെത്തിക്കുക, അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം മാത്രമേ നോക്കൂ. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ, പക്ഷെ അത് സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞോളൂ. അതാണ് ശരി. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ അധികം പേരും സിനിമ കാണാറില്ല. കാണാതെ വന്നിരുന്നിട്ട് കളിയാക്കുക, ആർട്ടിസ്റ്റിനെ കളിയാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ കളിയാക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കളിയാക്കുക, എന്തെങ്കിലും സിനിമ എടുക്കാൻ പോയി ചോദിക്കുക. അതിന്റെ കാര്യമില്ല. എല്ലാവർക്കും ഈ ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. മെയിൻ ഡയറക്ടർ ഇഷ്ടപ്പെട്ടുണ്ടാവും, കഥാകൃത്തിന് ഇഷ്ടപ്പെട്ടുണ്ടാവും, പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും, ഈ കഥ കേൾക്കുന്ന ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇത്രയും പേര് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു സിനിമ ഉണ്ടാവുക, അല്ലേ? അപ്പൊ അവരുടെ ഇഷ്ടമാണ്. അത് ജനങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുപേര് സ്വീകരിക്കാൻ, കുറച്ചുപേര് റിജക്ട് ചെയ്യാം. പക്ഷെ അതിന് ആ രീതിയിലേ കാണാവൂ. അല്ലാതെ അടച്ചാക്ഷേപിച്ച ഒരു സിനിമയെ കുറിച്ച് ഇപ്പൊ പൊതുവെ ഉള്ളൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ഇന്റർവ്യൂ ആകുമ്പോൾ തന്നെ അതിനെ കുറിച്ച് ഭയങ്കര മോശമായി പറയുന്ന ഒരു രീതി. അതൊരിക്കലും നല്ലതല്ലെന്ന്. കാരണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായിട്ട് വന്ന പ്രൊഡ്യൂസേഴ്സ് അവർ പിന്മാറുകയാണ്. ഒരു സിനിമ അന്ന് ഇവരാരും കഴുത്തം മോട്ടിച്ച് കൊണ്ടുവരുന്ന പൈസ അല്ലല്ലോ, കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ അവരുടെ ആഗ്രഹം കൊണ്ടൊരു സിനിമ എടുക്കുന്നതാണ്. അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊരു സിനിമ എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, പിന്നെ ഈ സിനിമ ഓടിയാൽ അല്ലെങ്കിൽ അത് ഓടിയാൽ പുള്ളി വീണ്ടും ഒരു സിനിമ എടുക്കും. ആ സിനിമ കൊണ്ട് ഞാനല്ലെങ്കിൽ എന്നെ അല്ല വേറൊരാള് 120 കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിച്ചു പോകും. പക്ഷെ ഇതുകൊണ്ട് മനം എടുത്ത് ഈ മനുഷ്യൻ പോയാലോ പിന്നെ ഉണ്ടാവില്ല സിനിമ, ഈ ഒരു സിനിമ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ റിവ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്കൊരു അപേക്ഷയുള്ളത്, ഒരിക്കലും അടച്ചാക്ഷേപിക്കാതിരിക്കുക. നിങ്ങൾ സിനിമ കാണുക, സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക, ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുക. കാണാൻ വരുന്നവരെ നിങ്ങൾ ഈ സിനിമ കാണരുത് പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഇതിലിപ്പോ നമ്മുടെ ഷാജോൻ ചേട്ടൻ ഒരു പോലീസ് സ്റ്റേഷനാണല്ലോ ചെയ്യുന്നത്. പൊതുവെ ഷാജോൻ ചേട്ടന്റെ പോലീസ് സ്റ്റേഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര നോട്ടബിൾ, ഒപ്പം, ദൃശ്യം, അതിലൊക്കെ അതേപോലെ ഒരു നോട്ടബിൾ ക്യാരക്ടറാണ്. അതൊരു കോമിക്കാണോ സീരിയസ് ആയ ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്? പുള്ളി ഷാജോൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. വെറും പോലീസുകാരനല്ല. ഷാജോന് ഇതിനകത്തെ നല്ല ഒരു കോർ ക്യാരക്ടറാണ്. അല്ലാതെ വെറും ഒരു പോലീസുകാരനല്ല. പുള്ളി ത്രൂ ഔട്ട് ലീഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട്. അത് ഞാൻ ചോദിച്ചത് തുടക്കത്തിൽ പോലീസും കള്ളനും കളിയുണ്ടോ ഈ സിനിമയിലെന്ന്. തുടക്കത്തിൽ പറയുന്നില്ല ഞാൻ അവനെ പിടിക്കും എന്നൊക്കെ ട്രെയിലറിൽ, അതിനെ എടുത്ത് ചോദിച്ചു ഷാജൻ ചേട്ടന്റെ പോലീസ് കള്ളൻ കളിയാണോ എന്നുള്ളത്. ഉണ്ട്. അപ്പൊ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? മെയിൻലി കോട്ടയായിരുന്നു അല്ലേ?
ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര നോട്ടബിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ നോട്ടബിൾ നമ്മളെല്ലാ ദിവസവും നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റിയ ദിവസം തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. നമുക്ക് വേറെ പ്രശ്നങ്ങളായിട്ടോ അല്ല അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൊഡ്യൂസർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങള് കൊറേ വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വന്നതാണ് ഈ സിനിമയിലായിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു സിനിമ ചെയ്യാന്നുള്ള ഡിസിഷൻ എടുത്തത്? ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാമായിരുന്നു മഹേഷിനെ. അപ്പം പക്ഷെ അത് ഇത് ആളാരാന്ന് അറിഞ്ഞത് പിന്നെയാണ് എനിക്ക്. അതായത് ഞങ്ങള് പിന്നെ ഇങ്ങനെ നേരിട്ട് പണ്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നായിരുന്നു എന്നുള്ളത് പിന്നെ മഹേഷ് എന്റെ അടുക്ക് വന്ന് ഈ കഥ പറഞ്ഞപ്പം സ്റ്റോറി പറഞ്ഞപ്പോഴത്തേനും അന്നാരാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ പ്രോജക്റ്റിനകത്ത് എന്നൊരു ചെറിയൊരു വേഷം ഞാൻ ചെയ്യാനായിട്ട് പണ്ടൊരു വിനയേട്ടന്റെ ഒരു പടത്തിനകത്ത് നൈനിലാവുന്ന പടത്തിനകത്ത് ചെറിയ വേഷം ചെയ്തായിരുന്നു. അന്ന് പുള്ളി അവരുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഓ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. കഥ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിചാരിതമായിട്ടാണ് നമ്മള് പിന്നെ സിനിമയ്ക്ക് അതെനിക്ക് മനസ്സിലായത് ഞങ്ങൾ പരിചയപ്പെട്ട് കഴിയുമ്പോ രണ്ടാമത് ഇപ്പം ഈ പടം അതെ പണ്ട് നമ്മള് വിളിക്കുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലല്ലേ ഫോണിലൂടെ സംസാരിക്കുന്നത്. പേര് കേട്ടപ്പോ തന്നെ വിനീത് പറഞ്ഞു എവിടെയോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പക്രു ചേട്ടനൊപ്പം ബിഗ് ബ്രദർ അല്ല സോറി ബിഗ് ഫാദർ ചെയ്തിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സിനിമയിലും പക്രു ചേട്ടന്റെ ഒപ്പം വീണ്ടും വരുന്നുണ്ടല്ലോ. അതിലും ഉണ്ടായിരുന്നല്ലോ. അല്ല ഭയങ്കര നോട്ടബിൾ ആയിരുന്നല്ലോ ബിഗ് ഫാദർ. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. കാരണം അതിന്റെ ക്യാരക്ടർ ഭയങ്കര നമുക്ക് ടച്ചിങ് ആയ ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സിനിമയിലും വരുന്നത്. അപ്പൊ ആളുടെ ഒപ്പം വീണ്ടും ഒന്നിക്കാൻ മീൻസ് ഒരുമിച്ച് സിനിമ ചെയ്യാമെന്ന് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ടത്തെ പോലെ തന്നെയാണ്? കംഫർട്ട് ആയിരുന്നു അല്ലേ? അതെ. പിന്നെ ഇതിനകത്ത് അതുകൊണ്ട് അജയനെ കുത്തിക്കയറ്റതല്ല അങ്ങനെ വിചാരിക്കുന്നത്. ആ ക്യാരക്ടർ അജയനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സിനിമ ഇപ്പൊ റിലീസിന് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് ഇപ്പൊ സാറ് പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു സിനിമ ആണെന്ന് എന്ന് മഹേഷ് സാറിന് പറയാനുള്ളത്. അതെ, റിവ്യൂ കണ്ടിട്ട് ആരും തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. കാരണം കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു സിനിമയാണ്. അതിനകത്ത് ഭയങ്കര ഫൈറ്റോ വെട്ടോ കുത്തോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷമായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഫാമിലിയോടൊപ്പം തന്നെ ഒന്നിരുന്ന് കാണാൻ പറ്റുന്ന. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പൊ ഓഡിയൻസ് ഇപ്പൊ കാലം മാറുന്നതോറും ഓഡിയൻസ് മാറുന്നെന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പത്തെ ഒരു ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ത്രില്ലർ അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ എന്റർടൈൻമെന്റ് മൂവിയാണ്. അപ്പൊ ഫാമിലി മൂവീസും ഇപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട് ഇപ്പത്തെ ഓഡിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. നമ്മള് ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ആദ്യം അതിനകത്ത് വരുന്ന ഒരു 18-35 ഇടയ്ക്കുള്ള ആൾക്കാരാണ് വീഴ്ച കയറുന്നത്. അവരുടെ ഇഷ്ടമാണ് ഈ സിനിമയുടെ പിന്നെ അങ്ങോട്ടുള്ള നിലനിൽപ്പിന്റെ പ്രശ്നം. ഒരു ഫാമിലി മൂവി വന്നാൽ ആ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഫാമിലി അങ്ങനെ ആയി തുടങ്ങി. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. പണ്ടും അങ്ങനെ തന്നെ. നമ്മുടെ ഫാസിൽ സാറ്, സത്യേന്ദ്ര ചേട്ടൻ ഇവരൊക്കെ പടം ചെയ്യുമ്പോൾ വേറെ ഒന്നും ജനം ചിന്തിക്കത്തില്ല. കാരണം അവരുടെ ഫാമിലി പോയെന്ന് കാണും. പിന്നെ അതിനുശേഷമൊക്കെ ഒന്ന് വന്നപ്പോഴത്തേക്കും വെച്ചാല് സിനിമയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ ഫാമിലി തിയേറ്ററിൽ പോവാറ്. കാരണം ആദ്യം നമ്മൾ ഇടിച്ചു കയറുന്ന എപ്പോഴും യൂത്ത് തന്നെയാണ്. അപ്പൊ അവർക്ക് പിന്നെ ത്രില്ലിങ് അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഭയങ്കര ഹൈപ്പിലോട്ട് കയറി പോവാ. പിന്നെ ഫാമിലി സിനിമ വരുമ്പോഴത്തേക്ക് അത് കുറച്ചുപേര് കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കയറി പോകുന്ന സിനിമകളുണ്ട്. പക്ഷെ വേറെ അതിനോട് വേറെ കുഴപ്പമില്ല. ഈ ഫാമിലീസ് വന്ന് കയറി പോകുന്നത് വഴി സിനിമ അവിടെ ഹോൾഡ് ചെയ്തില്ല. റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് ഈ തിയേറ്റർ ആള് വരുന്നവരുണ്ടാവില്ല. ഈ ആദ്യമൊക്കെ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ആള് കുറവ് വരും. റിപ്പോർട്ട് വന്നാല് കാരണം ഇപ്പോഴത്തെ പഴയതുപോലല്ലോ ഒരു സിനിമ കാണാൻ പോകാൻ ഒരു ഫാമിലി പോകാൻ പറയുമ്പോൾ മിനിമം ഒരു 1000 രൂപയൊന്നും ഇല്ലാതെ ഒരു ഫാമിലി. അപ്പൊ അവർ സെലക്റ്റീവ് ആവും. അതിന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അപ്പൊ അവർ അഭിപ്രായം കൊള്ളാം എന്നുണ്ടെങ്കിൽ ഫാമിലി പോകും. യൂത്തിന് അതല്ല. ഇടിച്ചിട്ട് കയറി സിനിമ കാണുക അതാണ് അവരുടെ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഫാമിലിക്കുള്ള സിനിമയാണ്. യൂത്തിനും ഇല്ലെന്നുള്ളതാണ്. യൂത്തിനും ഉള്ള സിനിമയാണ്. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന പോലെ വെട്ടോ അടിയോ കുത്തോ നമുക്ക് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിനകത്തുള്ളത്. എല്ലാവരും ആ സിനിമ കാണുന്നതാണ് കണ്ടിട്ടില്ല.
അപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ സിനിമ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് ഞാനും പറയുന്നു. സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും പുതിയ പുതിയ സിനിമകൾ നിങ്ങൾക്ക് വരട്ടെ, പുതിയ പുതിയ സിനിമ പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.